ഹായ്. അറിവഴകൻ വെങ്കിടാചലം രചനയും സംവിധാനവും നിർവഹിച്ച് 2025 ഇറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ശബ്ദം. ഈ സിനിമയിൽ ആദി, ലക്ഷ്മി മേനോൻ, ലൈല, സിമ്രാൻ ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇതില് സിമ്രാന്റെ ക്യാരക്ടറെ പറ്റി പറയുകയാണെങ്കിലൊക്കെ നല്ല അടിപൊളി ക്യാരക്ടറൊക്കെയാണ്. നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെയാണ് സിമ്രാനിൽ നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ലൈല ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അതുകൊണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ലൈല വീണ്ടും സിനിമയിലോട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ വേറെ സിനിമയൊന്നും കണ്ടിട്ടില്ല, പക്ഷെ വളരെ നല്ല ഒരു ക്യാരക്ടർ തന്നെയാണ് ലൈലയും ചെയ്തിട്ടുള്ളത്. ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ലൈല ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആദ്യം ഒരു പാരനോർമൽ ആക്ടിവിറ്റി ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടാണ്. പിന്നെ അതുപോലെ ലക്ഷ്മി മേനോൻ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു അധ്യാപിക കൂടിയാണ്. അപ്പൊ ഇതിന്റെ കഥ നടക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാറിലൊരു മെഡിക്കൽ കോളേജിൽ സൂയിസൈഡ് നടക്കുന്നുണ്ട്. അത് 1-2 സൂയിസൈഡ് നടന്നതിന് ശേഷമാണ് അവിടെ ഇങ്ങനൊരു പ്രേതശല്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പാരനോർമൽ ആക്ടിവിറ്റിയുടെ എന്തൊരു പ്രശ്നമുണ്ട്, അത് കാരണമാണ് ഈ സൂയിസൈഡ് ഒക്കെ നടക്കുന്നത് എന്നുള്ളൊരു പ്രചരണം ഉണ്ടാവുകയെന്നുണ്ട്. അതായത് ആൾക്കാർ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് ആദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ ഒരു മെഡിക്കൽ കോളേജിലോട്ട് വരുന്നത്. അങ്ങനെ അദ്ദേഹം ഈ പാരനോർമൽ ആക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. സൗണ്ട് വെച്ചിട്ടാണ് കേട്ടോ. ഇതിന്റെ സൗണ്ട് എഫക്ട് ഒരു രക്ഷയില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ആ സൗണ്ട്, ചില സൗണ്ടുകളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. അയ്യോ ഇങ്ങനെ ഒരു വവ്വാലിന്റെ ഒക്കെ സൗണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ പ്രേതം വന്നിട്ട് നമ്മളെ പേടിപ്പിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. സൗണ്ടാണ്. എല്ലാത്തിനും സൗണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ അവരോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവരൊരു മൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ ആ ഒരു ശബ്ദം ഇവൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതേപോലെ ഈ പ്രേതം വരുന്നുണ്ടെങ്കിൽ അതിന്റെ സിഗ്നൽസ് ഒക്കെ കാണിച്ചു തരുന്നു. പിന്നെ അങ്ങനെ കുറെ നല്ല അടിപൊളി കുറെ സീനുകളുണ്ട്. പിന്നെ നല്ലൊരു സ്റ്റോറി കൂടിയുണ്ട് ഈ സിനിമയിൽ. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ആ കോളേജിൽ സൂയിസൈഡ് ചെയ്യാൻ കാരണം എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാല് അവിടുത്തെ ഒരു ആ കോളേജിലൊരു മാനേജിംഗ് ഡയറക്ടർ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു നമ്മുടെ സിമ്രാൻ. അപ്പോ സിമ്രാൻ ഈ വയ്യാത്ത കൊച്ചുങ്ങളെ, അതായത് പല രീതിയിലും വയ്യാത്ത കൊച്ചുങ്ങളെ എടുത്ത് വളർത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതില് മൂപ്പര്, അതായത് സിമ്രാൻ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് മെഡിക്കലായിട്ട് മരുന്നുകളിലൂടെ അല്ലാതെ സംഗീതത്തിലൂടെ ഇവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയുമായിട്ട് പോവുകയാണ് സിമ്രാൻ. പക്ഷെ അതിനെതിരെ മെഡിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ, അതായത് നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് നമ്മുടെ ലൈല ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സിമ്രാൻ ഒരു 28-30 പിള്ളേരെ ഇതേപോലെ നോക്കി വളർത്തുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു ദിവസം മരണപ്പെടുന്നുണ്ട്. അപ്പൊ അതിന് മരണത്തിന് കാരണമാവുന്നത് ലൈല എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ സിമ്രാനെ ആക്രമിക്കുന്നുണ്ട്. സിമ്രാൻ ആക്രമിച്ചിട്ടൊരു കോമ സ്റ്റേജിലോട്ട് വരുന്നുണ്ട്. പിന്നീട് വരുന്ന ആ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് സിമ്രാൻ കോമയിലാണെങ്കിലും സിമ്രാന്റെ മേലുള്ള ആ ഒരു സ്പിരിറ്റ് പുറത്തിറങ്ങിയിട്ട് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ നല്ല ഒരു എന്റർടൈൻമെന്റ് ആണ്. ഒരു ഭാഗത്ത് പോലും നമുക്ക് ബോറടിക്കുന്ന ഒരു സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സിനിമ ഏകദേശം 2.5 മണിക്കൂറുണ്ട്. പക്ഷെ 2.5 മണിക്കൂർ നമുക്കൊരു ബോറടിയോ കാര്യങ്ങളൊന്നുമില്ല. നല്ല കുറച്ച് കഥയുണ്ട്, അതേപോലെ സൗണ്ട് എഫക്റ്റ്, പിന്നെ ചില ഡയലോഗ്സ്, സീനുകൾ, ഇതെല്ലാം നമ്മളെ സിനിമയിൽ പിടിച്ചിരുത്തുന്ന ഒരു കാര്യത്തിൽ സംവിധായകൻ 100% വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ നല്ലോണം എൻജോയ് ചെയ്തു. ഒരു ഹൊറർ പടം ആണെങ്കിൽ പോലും നല്ലൊരു സ്റ്റോറി എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഹൊറർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രേതം വന്നിട്ട് അവിടെ ബാക്ക് ഒന്ന് പേടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒന്ന് പേടിപ്പിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാം ശബ്ദമാണ്. ശബ്ദം വഴിയാണ് ഈ പറയുന്ന പ്രേതം അല്ലെങ്കിൽ ഈ പറയുന്ന സ്പിരിറ്റ് ഈ മറ്റുള്ളവരെ, അതായത് ഇവരെ എന്താണോ ചെയ്തത് അതിനനുസരിച്ചിട്ട് പ്രതികാരം ചെയ്യുന്നത്. അങ്ങനെയാണ്. അല്ലാതെ വന്ന് പേടിപ്പിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓവറോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.